അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ 100% ജാസ്മിൻ ക്വിറ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഹൗസിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൺഫ്യൂഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുന്നു. ജാസ്മിനെ വിളിച്ച ശേഷം ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് ജാസ്മിൻ, താങ്കൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുകയാണ്, ഇപ്പം താങ്കളുടെ അച്ഛന് താങ്കളോട് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കോളിലേക്ക് പോകുകയാണ്. പിന്നീട് അവർ സംഭവിക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. കൺഫെഷൻ റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നില്ല. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും അവിടെ നടന്നിരുന്നത്. ഉറപ്പായിട്ടും ജാസ്മിന് പുറത്തുള്ള ഒരു നെഗറ്റീവ് ഇമേജ്, അതുപോലെ തന്നെ എല്ലാം കാര്യങ്ങൾ ഇപ്പൊ അത്രമാത്രം സൈബർ അറ്റാക്ക് ഒക്കെ അവരുടെ ഫാമിലി നേരിടുന്നുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ആ ഒരു കോൺവെർസേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ജാസ്മിൻ ഈ ഒരു ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തരത്തിലേക്ക് ജാസ്മിനെ അത്രയും ഇമോഷണൽ ആക്കണമെങ്കിൽ അദ്ദേഹം ഒരുപാട് കർക്കശമായിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഒന്നാമത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഡൗൺ ആയി, എന്താ പറയാ, ഒരു മൈൻഡിന്റെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവൽ പോലും നഷ്ടപ്പെട്ട പോലെ അവള് ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് നമ്മുടെ പവർ റൂമിൽ വന്നിരുന്ന് ഇങ്ങനെ ഷീറ്റൊക്കെ മൂടിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ശരിക്കും ഗബ്രി അടുത്ത് വന്നിരിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയാണ്, എന്റെ അച്ഛനെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു, അപ്പൊ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, മെയിൻ ആയിട്ടുള്ള എന്തോ ഒരു ഓപ്പറേഷൻ മറ്റന്നാളോ ശനിയാഴ്ചയോ ഒക്കെ കാണും. എനിക്ക് ഈ ഷോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗബ്രി, എന്റെ ഗെയിം എല്ലാം പാളിപ്പോയി. ശരിക്കും അങ്ങനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല, എന്റെ ജീവിതം കൂടെ നഷ്ടപ്പെട്ടു പോയി എന്നെല്ലാം തകർന്നടിഞ്ഞൊരു അവസ്ഥയിലാണ് ജാസ്മിൻ അപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഗബ്രി എന്താ ജാസ്മിൻ എന്ന് പറഞ്ഞ് അടുത്തോട്ട് വരാനിരുന്ന സമയത്ത് ജാസ്മിൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഗബ്രി എന്നെ കൈ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറി നിൽക്കാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഈ ഒരു ഇന്ററാക്ഷൻസും കാര്യങ്ങളും പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ജാസ്മിന് മനസ്സിലായി എന്നുള്ളതാണ്. എന്നിട്ട് ജാസ്മിൻ പിന്നീട് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, അതെ ഗബ്രി, നിന്നെ ഞാൻ എങ്ങനെയാ കണ്ടിരിക്കുന്നത് നിനക്കറിയാലോ, നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കൂടെ ഇരിക്കുന്നത് ഒക്കെ തെറ്റാണോ ഗബ്രി എന്ന് ചോദിക്കാണ്. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, ജാസ്മിൻ കൈ പിടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതും ഒന്നും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. പക്ഷേ അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ചില ആൾക്കാരുണ്ടാവും, അവരുടെ കാര്യത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ജാസ്മിൻ. എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റേ അല്ല എന്ന് ഗബ്രി വീണ്ടും ജാസ്മിന് വാക്ക് കൊടുക്കാണ്. അപ്പൊ ജാസ്മിൻ പറയുന്നത്, എന്നാലും ഗബ്രി നീ ഇത്തിരി മാറിയിരിക്കെ, എന്നോട് അധികം സംസാരിക്കൊന്നും വേണ്ട, ഇത്തിരി മാറിയിരിക്കാനല്ല പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഗബ്രി പറയാണ്, ജാസ്മിൻ നീ വിഷമിക്കാതെ, നിനക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് ഇപ്പൊ ആവശ്യമുണ്ട്, എന്തായാലും ബിഗ് ബോസിനോട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് റസ്മിൻ ബായെ ഇങ്ങോട്ട് വിടാം, നീ സമാധാനപ്പെട്ടിരി. ഇല്ല 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 ഗബ്രി, എന്റെ എല്ലാം പോയി കഴിഞ്ഞു, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട്, ശരിയാ, പക്ഷെ അത് തെറ്റാവുന്നത് എങ്ങനെയാണ് ഗബ്രി? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നീയല്ലേ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്, നീ എന്റെ ഒരു നല്ല സുഹൃത്തായത് കൊണ്ടല്ലേ, നമ്മളൊന്നും തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ ഇന്നലെ ജാസ്മിൻ റോക്കിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നാട്ടുകാർ എന്ത് കണ്ടാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം ഒരു പ്രശ്നമല്ലാത്തൊരു പുള്ളിക്കാരി ഇപ്പൊ ഇത്ര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവേണ്ട ആവശ്യം എന്തുവാ? അവളുടെ വീട്ടുകാരെ നാട്ടുകാരെ ഒന്നും കാണുന്നത് എനിക്കൊരു പ്രശ്നമല്ല, അവരുടെ ജഡ്ജ്മെന്റ് എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞൊരാള് ഇപ്പൊ ഇങ്ങനെ ഡൗൺ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഒരു സാഹചര്യം വെച്ചിട്ട് അവളെ കുറ്റം പറയുമല്ല, പക്ഷെ കാണിച്ചതെല്ലാം മോശം പ്രവർത്തനം തന്നെ. അപ്പൊ ആ ഒരു ഹൗസിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു അർഹത ജാസ്മിനും ഇല്ല, ഗബ്രിക്കും ഇല്ല. അപ്പൊ ജാസ്മിൻ ഈ ആഴ്ച തന്നെ സ്വയം ക്വിറ്റ് ചെയ്ത് ഹൗസിൽ നിന്ന് ഇറങ്ങാണ്. ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡിൽ ക്വിറ്റ് ചെയ്യാണ്. ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുവാണെന്ന് ക്ലിയർ ആയിട്ട് ലൈവില് ഗബ്രിയോട് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഉറപ്പായിട്ടും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ക്വിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഷീ ഡിസൈഡഡ് ഹെർ ഫേറ്റ്. ഒരിക്കലും ആരും ആ ഒരു ഡിസിഷൻ അവളെ കൊണ്ട് എടുപ്പിച്ചതല്ല, അവള് തന്നെയാണ് അവളുടെ കുഴി മൂടിയത്. ഫസ്റ്റ് വീക്ക് വന്ന സമയത്ത് അത്രയ്ക്കും ഫാൻസ് ആയിരുന്നു ജാസ്മിന്. ആ ഫാൻസിനെ എല്ലാം ഒരാഴ്ച കൊണ്ടാണ് തിരിച്ച് ആ ഒരു നെഗറ്റീവ് ഇതാക്കി മാറ്റിയത്. അപ്പൊ ഈ ജാസ്മിൻ പുറത്തു പോകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.